ഹായ് വരുവാൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ സാധാരണ കപ്പിയും നമ്മുടെ കാച്ചിലും ചേമ്പും ചേനയും ഒക്കെ ചെണ്ട പുഴുങ്ങാറുണ്ടല്ലേ, അതുപോലെ തന്നെ നമുക്കിത് ഏത്തക്കായും ചെണ്ട പുഴുങ്ങിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഏത്തക്കായ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊണ്ടൊക്കെ പൊളിച്ചിട്ട് അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചേക്കാണ്. നമുക്കിത് ഫുള്ളായിട്ട് തൊലി കളഞ്ഞ് വേണം എടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെത്തി കളഞ്ഞിട്ടും എടുക്കാം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞങ്ങൾ സാധാരണ പുഴുങ്ങുമ്പോൾ ഫുള്ളായിട്ട് തൊലി കളഞ്ഞിട്ടാണ് എടുക്കാറുള്ളത്. പിന്നെ ഒരെണ്ണം ജസ്റ്റ് ഇങ്ങനെ ചെത്തി കളഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഇത് 3 കഷ്ണമായിട്ട് ഞാൻ മുറിക്കുന്നുള്ളൂ. നടുവേയും കൂടെ മുറിച്ചെടുക്കാം, ഒരു കുഴപ്പമില്ല അങ്ങനെ പുഴുങ്ങിയാലും. അപ്പോൾ നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ചോളൂ. അപ്പോൾ 3ആയിട്ട് മുറിച്ച് നിർത്തും കുഴപ്പമില്ല കേട്ടോ. നന്നായിട്ട് വേവിച്ചെടുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ചെറുതാണെങ്കിൽ നടുവേ ഒന്ന് മുറിച്ചാൽ മതി, അല്ലെങ്കിൽ 3 കഷ്ണമായിട്ട് മുറിച്ചെടുത്താൽ മതി. നമുക്കിത് കുക്കറിനകത്ത് വെച്ച് വേവിക്കാം, അല്ലെങ്കിൽ കലത്തിൽ വെച്ചും വേവിക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് കലത്തിൽ വെച്ചാണ് വേവിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ കുക്കർ വെച്ച് വിസിലടിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ വേവറിയാതെ പോയി കുഴഞ്ഞു പോകും. അതുകൊണ്ട് ഒരു കലത്തിലാണ് കേട്ടോ ഞാൻ വേവിക്കുന്നത്. അപ്പോൾ ഞാൻ കലത്തിനകത്ത് ഇതെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടാണ് കേട്ടോ വെച്ചേക്കുന്നത്. ഇനി നമുക്ക് ഗ്യാസിൽ വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. പ്രമേഹ രോഗികൾ നേന്ത്രപ്പഴം കഴിക്കുവാണെങ്കിൽ ചെറിയ പഴുപ്പായതോ പച്ചക്കായ കറി വെച്ചോ പുഴുങ്ങിയോ കഴിക്കാനാണ് കേട്ടോ പറയുന്നത്. ഇതിൽ കൊഴുപ്പും ഷുഗറും കുറവാണ്. പ്രത്യേകിച്ച് ടൈപ്പ് 2 പ്രമേഹം കുറയ്ക്കാൻ ഇത് നല്ലതുമാണ് കേട്ടോ. ഇതിൽ വൈറ്റമിൻ B6 ഉണ്ട്. ഇതാണ് പ്രമേഹ സാധ്യതയെ കുറയ്ക്കുന്നത് കേട്ടോ. ഇതിലെ ട്രിപ്റ്റോഫാൻ രക്തക്കുഴലുകൾ ഡയലേറ്റ് ചെയ്യുന്നത് കുറയ്ക്കുകയും അതുവഴി BP അതിനാൽ തന്നെ ചെയ്യുന്നു. ഇത് ഹൃദയത്തിനും നല്ലതാണ് കേട്ടോ. വെന്തോന്നറിയാനായിട്ട് ഇടയ്ക്കൊന്ന് ഒരെണ്ണം എടുത്തിട്ടൊരു സ്പൂണും കൊണ്ടൊന്ന് ഞെക്കി നോക്കിയാൽ മതി കേട്ടോ. കൈ കൊണ്ടൊന്നും തൊടാൻ പോയേക്കരുത്, പൊള്ളിപ്പോവും. കാരണം കട്ടിയുള്ളതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ കയ്യിലോട്ടങ്ങ് ഒട്ടിപ്പിടിക്കും. ഇതിൻ്റെ കോമ്പിനേഷനും നമ്മുടെ കാന്താരി ചമ്മന്തി തന്നെയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് കുറച്ച് കൊച്ചുള്ളിയും ഒരു കാന്താരിയും ഒക്കെ ഇട്ട് നമ്മൾ ഇടിച്ചെടുക്കാൻ പോവുകയാണ്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നമുക്ക് കല്ലും കൊണ്ടൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ കാന്താരി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് എടുത്താൽ മതി. നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഷുഗർ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏത്തക്കായ കഴിക്കാനുള്ള നല്ലൊരു വഴിയാണ് കേട്ടോ ഇത്. ഇങ്ങനെ ചെണ്ട പുഴുങ്ങി കഴിക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ അവർക്കും. ഇവിടെ എൻ്റെ അമ്മയ്ക്ക് നല്ല രീതിയിൽ ഷുഗർ ഉണ്ട് കേട്ടോ. അപ്പോൾ അമ്മ ഇങ്ങനെ ഒരു നേരത്തെ ഭക്ഷണമായിട്ട് കഴിക്കാറുണ്ട്. പഴുത്താൽ പിന്നെ കഴിക്കത്തില്ലല്ലോ, അതുകൊണ്ട് അമ്മ ഇങ്ങനെ പച്ചക്കായ എടുത്ത് ചെണ്ട പുഴുങ്ങി കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഒരു പാത്രത്തിലേക്ക് ഇത് ഒന്നിട്ട് കൊടുക്കാം. ചൂടോട് കൂടി തന്നെ കഴിക്കണം കേട്ടോ, അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ. നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വരണം, അപ്പോഴാണ് നമ്മുടെ ഉപ്പൊക്കെ നന്നായിട്ട് പിടിക്കത്തുള്ളൂ. ഇനി വീട്ടിൽ ഏത്തക്കായ ഉണ്ടാകുമ്പോൾ ഉപ്പേരി മാത്രമല്ല കേട്ടോ, ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ച് നോക്കണം. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു.